ചാഞ്ചാടിയാടി ചരിഞ്ഞാടിയാടി. സാർ അമ്മയും വൈഫും അത്യാവശ്യ കാര്യങ്ങളായിട്ട് ഒന്ന് പുറത്തു പോയിരിക്കുകയാണ് സാർ. കുഞ്ഞിനെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓ ഇല്ല സാർ, ഞാൻ ഓവർ ഡ്യൂട്ടി ചെയ്തോളാം. ആ ഓ സാർ സാർ പ്ലീസ് സാർ. ആരാ വിളിച്ചേ? ഞാൻ ഇത്ര റെസ്പെക്റ്റോടുകൂടി സംസാരിക്കണമെങ്കിൽ ആരായിരിക്കും? ഓ, മൃഗ്ബാൽ ഡോക്ടർ. അല്ല ചേട്ടൻ, ഈ ഓവർ ടൈം നിൽക്കേണ്ട കാര്യമുണ്ടോ? രാത്രി വവ്വാല് മുങ്ങി മാത്രമല്ലേ പുറത്തിറങ്ങത്തുള്ളൂ. വയ്യാതാവുന്ന പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട്, അവരെയും കൊണ്ട് ആൾക്കാർ വരും. അപ്പം ഈ മൃഗങ്ങൾക്ക് രാത്രി വയ്യാതാവോ? വയ്യാതാവൂല. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു കൊളോക്കിൽ എടുത്താൽ മതി. ഈ മൈൻഡിൽ എടുക്കുന്നോണ്ടാണ് പ്രശ്നം. അതെ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ട് വേണം. അല്ല, നേരത്തെ കുറച്ച് വെള്ളത്തുണി അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോടാ, കൊച്ചിടയ്ക്കിടയ്ക്ക് അപ്പി ഇടുക മൂത്രം ഒഴിക്കുകയും ചെയ്താൽ പിന്നെ തുണി വേണ്ടായോ? അല്ല, കയ്യിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ചേച്ചിക്ക്? മോനെ, ചോറിന് വരെ അരി തന്നാ മതി. അല്ല, അരി തിന്നാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. അതുപോലെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. വെള്ള തുണി തന്നെ വേണം. വേണമല്ലേ? വേണം. വെള്ളത്തുണി എന്തിനാണ് ഉപയോഗിക്കണമെന്ന് കൂടെ ചോദിക്കും. അല്ല, ഈ വെള്ളത്തുണി എന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ല, അതിപ്പം ആദ്യം മുതലേ വെള്ളത്തുണിയാ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പണിക്ക് ഇറങ്ങിയപ്പോ മുതലേ വെള്ളത്തുണിയാ. അല്ല, ചേച്ചിക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലല്ലേ? അതൊന്നും ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആദ്യകാലം മുതലേ വെള്ളമുണ്ടും വെള്ളത്തുണിയൊക്കെ ഉപയോഗിക്കുന്നത്. അതെ, ആദ്യകാലം മുതലെയാണ്. അല്ല, ഈ ചേച്ചിയുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചേച്ചിക്ക് ചോദിച്ചുകൂടെ? ഞാനെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? ആദ്യം മുതലേ അങ്ങനെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാനും ഉപയോഗിക്കുന്നു. ചോദിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. എന്തോ കാര്യം? വെള്ളത്തുണിക്ക് വെള്ളത്തുണി വേണം, അത്രേ ഉള്ളു കാര്യം. ശരി, എന്നാ ചേച്ചി ഇത് കൊണ്ടുപോക്കോ. അല്ല, ഞാൻ വന്നപ്പോ മോല് കാണുവാ, മോൻ എപ്പോഴും 24 മണിക്കൂറും വീട്ടിൽ തന്നെ. അതെന്താ, ജോലിയൊന്നും ഇല്ലയോ? ജോലി എനിക്ക് ഹോംവർക്കാന്ന് പറ. അതെന്തോ പണിയാ? അപ്പം ശമ്പളമൊക്കെ ഒത്തിരി കാണുമോ? ശമ്പളം എനിക്ക് സെക്കൻഡ്സിനാണ്. എനിക്ക് ഡോളറൊക്കെയാണ്. ഡോളർ പിന്നെ ഒരു പെർ ഡേ എങ്ങനെയാലും ഒരു 50,000 ഒക്കെയാണ്. എന്റെ ദൈവമേ, മോനെ, എന്റെ മോനും കൂടെ എന്തേലും ഒരു പണി മോന്റെ കമ്പനി ശരിയാക്കാവോ? മോൻ വിചാരിച്ചാ നടക്കുമോ? ഞാൻ വിചാരിച്ച നടക്കും. പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യാം, എന്റെ CV, ബയോഡാറ്റ, പുള്ളിക്കാരന്റെ ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, ഒരു മെഡിക്കൽ ബില്ല് കൂടെ എനിക്ക് വാട്സപ്പ് ചെയ്തിരുന്നാൽ. അല്ല മോനെ, മോൻ ഇതെല്ലാം ഒന്ന് എഴുതി തരാവോ? പിന്നെന്താ, എഴുതി തരാം. കറക്റ്റായിട്ട് എഴുതി ഞാൻ തരാം. ഞാൻ മോനോട് പറയാം. പിന്നെ ഉറപ്പായിട്ടും. എന്നാ പിന്നെ ചേച്ചി ജോലി എടുക്കട്ടെ. മോനെ, മറക്കല്ലേ എന്റെ മോനെ. ശരി ശരി, എന്നാ ഹോംവർക്ക് അല്ലടാ, വർക്ക് ഫ്രം ഹോം അല്ലേ? എനിക്ക് ഡോളറൊക്കെയാണ്. അറിയില്ല അവർക്ക്. ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഓവർനൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? പോണം. ആണോ? അച്ഛാ, വെള്ളമുണ്ട് വേറെ ഉണ്ടാ? വെള്ളമുണ്ട് വേറെ ഉണ്ടാ? എടാ, എൻ്റെ മുണ്ടൊക്കെ ഞാൻ എടുത്ത് കൊടുത്തടേ അവർക്ക്. അവർക്ക് ഇനിയും വെള്ളം ഉണ്ട് വേണോ? എടാ, എൻ്റെ ഇനി ഈ കളർ മുണ്ടേ ഉള്ളൂ. ഉണ്ടെങ്കിൽ കൊടുക്കണോ അച്ഛാ? എടാ, ഇനി ഉള്ളത് കസവും ഉണ്ടാ. അത് ഞാൻ വെളിയിൽ വല്ലയിടത്തും പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. ഇനിയിപ്പോ എന്തോ നീ സിന്ധു ചേച്ചിയുടെ ചോദിച്ചാലാ? ബെസ്റ്റ്. എന്നിട്ട് വേണം അവര് നാട് മൊത്തം കഥ പറഞ്ഞുകൊണ്ടൊക്കെ രാവിലെ വീട്ടിൽ ഒരു വെള്ളം മുണ്ട് പോലും എടുക്കാനില്ലെന്ന് പറഞ്ഞോണ്ട്. വെള്ളമുണ്ടോ? ഓ, വെള്ളമുണ്ടെന്തിനാ? എടി, കൊച്ചിനെ നോക്കാൻ വന്നില്ല അവര്. അവർക്ക് കൊച്ചിനെ വെള്ളമുണ്ട് വേണം. ഇനി അയ്യോ, ശിവേട്ടന്റെ വെള്ളമുണ്ട് ഉണ്ടായിരുന്ന മൊത്തം ഞാൻ എടുത്ത് കൊടുത്തതാ. ആണോ? ഇനി അവർക്ക് മറച്ചു വെക്കാൻ എങ്ങനെ ആയിരിക്കും? അങ്ങനെ വിൽക്കാൻ പറ്റുമോ ഏട്ടാ? പിന്നെ ഇത് ആവശ്യമുള്ള വീട്ടുകാർക്ക് കൊടുത്തിരുന്ന പൈസ കിട്ടൂലേ? അവരങ്ങനെയൊന്നും ചെയ്യൂലേ. ചെയ്യൂ അച്ഛാ, എന്റെ അമ്മായിയമ്മ വിട്ട ആളല്ലേ, അപ്പൊ ചെയ്യും. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞാണ് ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കാന്ന്. അപ്പോഴല്ലേ പ്രശ്നമുള്ള ഒരാളെ ഇങ്ങോട്ട് തള്ളി വിട്ടത്. എടാ, അച്ഛൻ ദേഷ്യപ്പെടുന്ന ഏട്ടാ ഞാൻ നിർബന്ധിച്ചതുപോലെ തോന്നുന്നു. മക്കളെ, നിന്നെ അവര് നന്നായിട്ട് നോക്കണ്ടല്ലോ. ആ കാര്യത്തിൽ അവര് പക്കയാ. എന്റെയും കൊച്ചിന്റെ A to Z കാര്യങ്ങള് ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട്. എന്നാ പിന്നെ കുഴപ്പമില്ല അച്ഛാ, നമുക്ക് ഈ കാര്യം വിട്ടേക്കാം. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവളുടെ കാര്യം നന്നായിട്ട് നോക്കിയാ. ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. നല്ല ക്ഷീണം, എനിക്കൊരു കരിക്ക് വാങ്ങിച്ചു തരൂ. അത് വാങ്ങിച്ചു തരാം. ഞാൻ ഒരു കാര്യം, ഞാൻ ബാദുഷയെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കാം. മുണ്ടുണ്ടോ? മുണ്ട്. നിനക്കുള്ള കരിക്ക് ഞാൻ ചേട്ടൻ വാങ്ങിച്ചോട്ട് വരാം. മറക്കല്ലേ? ഇല്ല. കുഞ്ഞെന്തി? അവര് രണ്ടുപേരും കൂടെ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന അവിടെ. കുഞ്ഞിന്റെ കാര്യമൊക്കെ ഓക്കെ ആണല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, പോയിട്ട് വരാം. നീ പോയില്ലേ? അതെ, ഈ ആരെങ്കിലും ഉടുത്ത മുണ്ട് വാങ്ങിച്ചു കൊടുക്കണം. നമുക്ക് ഒരു 2 പുതിയ മുണ്ട് അങ്ങ് വാങ്ങിക്കാം. എടേ, ഇങ്ങനെ വലിച്ചു കയറാൻ വേണ്ടി എന്തിനാ പുതിയ മുണ്ട് വാങ്ങണത്? അത് സാരമല്ല, ഞാൻ നോക്കട്ടെ, വേറെ എവിടെയും കിട്ടുമോ നോക്കാം. നോക്കട്ടെ. കരിക്കിന്റെ കാര്യം മറക്കല്ലേ?
ഇല്ല ഇല്ല. ആ ഒരെണ്ണം എനിക്കൂടെ വാങ്ങിച്ചോ. എന്തോ? ഒരെണ്ണം എനിക്കൂടെ വാങ്ങിച്ചോളാം കേട്ടോ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ